ദിവസം ടോൾസ്റ്റോയി തെരുവിൽ കൂടെ നടക്കുകയായിരുന്നു. അദ്ദേഹം തനിക്ക് പുതുതായി എഴുതാൻ പറ്റുന്ന ഒരു കഥയെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്ന സമയത്ത് വഴിയോരത്തിരുന്ന ഒരു യാചകൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും എനിക്ക് ഭിക്ഷയായി നൽകാമോ? ടോൾസ്റ്റോയ്ക്ക് അദ്ദേഹത്തോട് അലിവ് തോന്നി. തൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കുന്നതിലേക്കായി കോട്ടിൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ടു. സത്യത്തിൽ ആ പോക്കറ്റിൽ ഒന്നുമില്ലായിരുന്നു. കാരണം ടോൾസ്റ്റോയ് അന്ന് കോട്ട് മാറിയാണ് ഇട്ടത്. എന്നിട്ട് ആ യാചകനെ നോക്കിയിട്ട് പറഞ്ഞു, സഹോദര, ക്ഷമിക്കണം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് കോട്ട് മാറിപ്പോയി. ആ യാചകൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം കിട്ടാത്തൊരു സമ്പാദ്യമാണ് എനിക്കിന്ന് ആദ്യമായി ലഭിച്ചത്. കാരണം എന്നെ താങ്കൾ സഹോദര എന്ന് വിളിച്ചു. എല്ലാവരും എന്തെങ്കിലും കാശായിരിക്കും എനിക്ക് തരുന്നത്, അത് എന്നെ ഒരു ഭിക്ഷക്കാരനായി മാത്രം കണ്ടുകൊണ്ട്. പക്ഷെ ഇന്ന് അങ്ങ് എന്നെ സഹോദര എന്ന് വിളിച്ചപ്പോൾ ശരിക്കും ഈ ഭൂമിയിൽ എനിക്ക് ആരെങ്കിലുമൊക്കെ ഉള്ളതുപോലെ തോന്നി. ഈ ലോകത്തിൽ തന്നെ കേൾക്കാനും തനിക്ക് പറയാനും തന്നെ സ്നേഹിക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന തോന്നലാണ് ഒരു മനുഷ്യനെ ജീവിക്കാനും സന്തോഷിക്കാനും പ്രേരിപ്പിക്കുന്നത്. നമുക്ക് വലിയ കാര്യങ്ങൾ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു ചെറിയ പുഞ്ചിരിയോ അല്ലെങ്കിൽ ഒരു ചെറിയ സഹായമോ അതുമല്ലെങ്കിൽ നല്ല ഒരു വാക്കോ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കട്ടെ.